Recording in progress. وعليكم السلام ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه والذين اتبعهم بإحسان إلى يوم الدين أما بعد. സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇതിലാദ്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അധ്യായത്തിൻ്റെ തലക്കെട്ട് മുസ്ലിങ്ങളുടെ ഔറാത്ത് എന്ന് പറഞ്ഞാൽ പോരായ്മകൾ എന്നാണ് ഇവിടെ ഇപ്പോൾ ഈ ഔറാത്തിൻ്റെ ഉദ്ദേശം. കുറ്റവും കുറവും, ഏത് ന്യൂനതകളില്ലാത്ത വ്യക്തികളില്ല. എന്തെങ്കിലുമൊക്കെ തകരാറുകൾ അവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലുമൊക്കെ ഉണ്ടാവും. അതിങ്ങനെ കൊട്ടിപ്പാടി നടക്കലല്ല, അത് അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കുക, കഴിയുന്നത്ര അത് മറ്റുള്ളവരെ അറിയിക്കാതെ അവൻ്റെ മാനം സംരക്ഷിക്കുക. വളരെയധികം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കൊള്ളരുതായ്മകൾ പരസ്യമായി ചെയ്യുന്ന, അതിലൊന്നും ഒരു നാണവും വിചാരിക്കാത്ത വ്യക്തിയെ ഇങ്ങനെ സംരക്ഷിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. അപ്പം അവന് സമൂഹത്തിൽ അവൻ ഒരു സമൂഹത്തിന് മുഴുവൻ ഉപദ്രവം ഉണ്ടാക്കുന്ന വ്യക്തി എന്ന നിലക്ക് അവൻ ഇങ്ങനത്തവനാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ ജഹാലത്ത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലൊക്കെ പെട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിങ്ങനെ പരസ്യപ്പെടുത്തി അതിൽ വലിയ രൂപത്തിൽ അവനെ വഷളാക്കുന്നതിന് പകരം സത്ർ അത് മറച്ചു വെക്കുക, അത് മറ്റുള്ളവരെ അറിയിക്കാതെ, എന്നാൽ അവനെ വ്യക്തിപരമായി ഉപദേശിക്കുകയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉപദേശിക്കണം. വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പാടുള്ളൂ. ഇപ്പോൾ സൂറത്തു നൂറിൽ 19-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. സത്യവിശ്വാസികൾക്കിടയിൽ മോശപ്പെട്ട കാര്യങ്ങൾ പരക്കണം, വ്യാപകമാകണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ, അതായത് വിശ്വാസികളുടെ ഇടയിൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരിഷ്ടപ്പെടാത്ത മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വ്യഭിചാരം, മദ്യപാനം, അതുപോലെയുള്ള കൊള്ളരുതാത്ത പ്രവർത്തനങ്ങൾ, അത് വ്യാപകമാകണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾ, ആ താല്പര്യം തന്നെ കുറ്റകരമാണ്. കാരണം വിശ്വാസി സമൂഹത്തിൽ ഒറ്റപ്പെട്ട തെറ്റായ സംഭവങ്ങൾ അത് വ്യാപകമായി പാടി നടക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അത്തരം കാര്യങ്ങളോടുള്ള ഗൗരവതരമായ സമീപനം ഇല്ലാതാവും. തെറ്റുകളൊന്നും നിസ്സാരമായി കാണും. പിന്നെ അത്തരം തെറ്റുകൾ ഇങ്ങനെ ഓരോരുത്തരും ചെയ്ത് എല്ലാവരും ചെയ്യണം, ഞാനിപ്പോൾ ഇനി മാറ്റി വെച്ചിട്ടെന്താ, ഇതെല്ലാവരും ചെയ്യണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു വായന ആ വിഷയങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ വ്യാപിച്ച് കാണാൻ താല്പര്യപ്പെടുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ്. അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. ദുനിയാവിലും മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് ശിക്ഷയുണ്ട്. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിലും അവർക്ക് അതിൻ്റേതായ പ്രതികാര നടപടി അള്ളാഹു സ്വീകരിക്കും. പരലോകത്ത് കടുത്ത ശിക്ഷയും അവർക്ക് കൊടുക്കും. ഇതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അറുദനൽ അമാനത്ത അല സമാവാത്തി വൽ അർദി വൽ ജിബാലി ഫഅബൈന, നമുക്ക് വന്നു പോയിട്ടുണ്ട് മുമ്പായത്. ഫഅബൈന അൻ യഹ്മിൽനഹ വഅഷ്ഫഖന മിൻഹ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ദലൂമൻ ജഹൂല. അപ്പോൾ മനുഷ്യൻ്റെ രണ്ട് തരക്കാരായ ആളുകളുണ്ട്. ഒന്ന് ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്തു പോകുന്ന ആളുകളുണ്ട്. ഒന്ന് ബോധപൂർവ്വം തന്നെ കൽപ്പിച്ചു കൂട്ടി അക്രമി ആയ മനുഷ്യൻ കൽപ്പിച്ചു കൂട്ടി തന്നെ തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. രണ്ടും രണ്ട് സമീപനമാണ്. അപ്പം കൽപ്പിച്ചു കൂട്ടി കരുതിക്കൂട്ടി തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ലാലിമാണ്. എന്നാൽ അറിവില്ലായ്മ കൊണ്ടും അവിവേകം കൊണ്ടും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നത്, അത് അങ്ങനെ സംഭവിച്ചാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവനെ ഉപദേശിക്കുകയും
എന്നാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരത്തി നോട്ടീസ് അടിച്ച് അത് അവനെ വഷളാക്കുകയും ചെയ്യാൻ പാടില്ല. ഇതാണ് ഉദാഹരണത്തിന് അയാൾ കച്ചവടക്കാരനാണ്, നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു, അയാൾ വല്ല നല്ല സാധനങ്ങൾക്കിടയിൽ വല്ല മോശപ്പെട്ട കേടുള്ള സാധനങ്ങൾ കൊണ്ട് കൂട്ടി വെച്ചിട്ട് ആ ഒരു കൂട്ടാണ്ട് വെക്കുക. അപ്പോൾ നാരങ്ങ ഒക്കെ ആണെങ്കിൽ ഒരു 2 കിലോയുടെ നാരങ്ങ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ നോക്കുമ്പോൾ കുറേ കേടുകളുണ്ട്. ഇത് സ്ഥിരം അയാൾ ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അയാളോട് പോയി ഉപദേശിക്കുക. സഹോദര, ഇത് ഹലാലായ പണാവില്ല, ഇത് ശരിയാവില്ല എന്ന് ഉപദേശിക്കുക. എന്നിട്ട് അയാൾ കേൾക്കാതെ എല്ലാവരോടും ഇങ്ങനെ ഈ വഞ്ചന ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ആളുകളോട് പറയണം. കാരണം അതൊരു സാമൂഹ്യ ദ്രോഹമാണ്. കാരണം അയാളുടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങുന്ന ആളുകളുണ്ടാവും, കിട്ടുന്നവർക്കൊക്കെ ഈ രൂപത്തിൽ കേടുവന്ന സാധനം വീട്ടിൽ പോയി അവർ സാധനങ്ങൾ തിരഞ്ഞു നോക്കുമ്പോഴാണ് അതിന് കേട് ഉള്ള സാധനം ഉണ്ടെന്ന് മനസ്സിലാണ്. അപ്പം അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വളരെ വ്യക്തമായി മുസ്ലിം സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രചരിച്ച് ആ സമൂഹം ദുഷിച്ചു പോകണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വളരെയധികം കുറ്റകരമായ ഒരു വിചാരമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മോശപ്പെട്ട, വളരെ ലൈംഗികമായ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന അങ്ങനെയുള്ള സിനിമകൾ, അതുപോലെ അത്തരം സാഹിത്യങ്ങൾ, വളരെ നൂറാംകിട സാഹിത്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന, മനുഷ്യന് തോന്നിവാസത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഇത്തരം ബ്ലൂ ഫിലിമുകൾ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, കുറ്റകരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വസ്തുക്കൾ ആരെങ്കിലും അത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ഈ സമൂഹം മുഴുവൻ കേടുവരണമെന്നാണ്. അപ്പോൾ കുട്ടികളുടെ കയ്യിലൊക്കെ അത്തരം കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് നാളെയും മറ്റന്നാളും അതിൻ്റെ അഡിക്റ്റായിട്ട് മാറും. അപ്പോൾ പിന്നെ ആ കുട്ടികളുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും താറുമാറാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവിടെ വിമർശിച്ചുകൊണ്ടിരുന്ന ഖുർആൻ തശ്ശിഅൽ ഫാഹിഷത്തു ബില്ലദീന ആമനു, വിശ്വാസികളിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രചരിക്കണം എന്ന് ആരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണ് എന്നർത്ഥം. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് സൂറത്തു നിസായിൽ ഏകദേശം 10ഓളം ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹായുടെ സംഭവവുമായി അവരെക്കുറിച്ച് കളവായി പറഞ്ഞ് പ്രചരിപ്പിച്ച വ്യഭിചാരാരോപണം, അത് സംബന്ധമായി വിശ്വാസികൾക്ക് മാർഗദർശനം നൽകുന്ന ഒരു 10ഓളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയ ഗുണപാഠങ്ങളുള്ള ഒരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലുണ്ടായ ആ സംഭവം അവരാ വഴിക്ക് അറിയേയില്ല, അങ്ങനത്തെ ഒന്നും ചിന്തിച്ചുകൂടിയുമില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഈ ലോകത്തുള്ള ഏറ്റവും നല്ല മനുഷ്യൻ, അതിനേക്കാൾ പിന്നെ നന്മയിലും മഹത്വത്തിലും ഉയർന്ന സ്ഥാനത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ ആരുമില്ല. അതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്, അതൊരു സ്ഥാനമാണ്. ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രബോധകനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു സാമൂഹ്യ സ്ഥാനമുള്ള വ്യക്തിയെ ദുഷിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ പേര് ചീത്തയാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഉപദ്രവിക്കാനുള്ളൊരു മാർഗമാണ്. അപ്പോൾ കപടവിശ്വാസികളായ ആളുകൾ അതിനാണ് തക്കം കിട്ടിയപ്പോൾ മെനക്കെട്ടത്. അവർക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ വഷളാക്കലല്ല ഉദ്ദേശം. ആയിഷ റളിയല്ലാഹു അൻഹ അത്ര പ്രസക്തമല്ല അവർക്ക്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഉപകരണമാണ്. ആ ഉപകരണം ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഫിറാഷ്, അവരോടൊപ്പം കഴിഞ്ഞുകൂടുന്ന അവരുടെ വിശുദ്ധയായ സഹധർമ്മിണി, ഭാര്യ. അപ്പോൾ ഇവർ മോശക്കാരിയാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഭർത്താവായ ആൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? ആ മോശത്തിൽ അവരും ഉണ്ടാവും, പങ്കാളിയാകും എന്ന് അവർക്ക് പറയാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു സംഭവം ഒരു വലിയ ഗുണപാഠമുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ആയിഷ റളിയല്ലാഹുവിനുമായുള്ള വ്യഭിചാരോപണ സംഭവം വേണമെങ്കിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ യുദ്ധത്തിനോ മറ്റ് യാത്രകൾക്കോ പോകുമ്പോൾ തൻ്റെ ഭാര്യമാർക്കിടയിൽ നറുക്കിടും. അതിൽ നീതി കാണിക്കാൻ വേണ്ടി നറുക്ക് ആർക്കാണ് കിട്ടിയത് അവരെ കൂടെ കൊണ്ടുപോകും.
അപ്പോൾ ഈ ഒരു യാത്രക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിട്ടു. ആരുടെ പേരാണ് പുറത്തു വരുന്നത്, നറുക്കിൽ കിട്ടുന്നത്, അവരെ കൊണ്ടുപോകും. ഈ തവണ നറുക്ക് കിട്ടിയത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ അവർ യാത്ര പോയി. തിരിച്ചു വരുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി. അങ്ങനെയാണ് യാത്ര. വലിയ അന്നത്തെ കാലത്തെ യാത്രകളൊക്കെ സങ്കല്പിക്കാവുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്രകൾ, വളരെ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒട്ടകങ്ങളാണ് ആശ്രയം. അപ്പോൾ കുറേ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, സുരക്ഷിതമായ സ്ഥലത്ത് അവർ താവളമടിക്കും. ഇങ്ങനെ അവർ ഇറങ്ങി വിശ്രമിച്ച് എല്ലാവരും വിശ്രമത്തിലാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, അവർ പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് രാത്രിയല്ലേ അവരുടെ മലമൂത്ര വിസർജന ആവശ്യം നിർവഹിക്കാനൊക്കെ കുറച്ച് ദൂരെ ആളുകളൊന്നും ഇല്ലാത്തയിടത്ത് പോയി ചെയ്യേണ്ടി വരും. അതിന് രാത്രിയുടെ മറവിലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ ആ ആവശ്യത്തിന് വേണ്ടി, ഖദാഉൽ ഹാജത്തിന് വേണ്ടി ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോഴേക്കാണ് അവർ തൻ്റെ കഴുത്തിൽ തപ്പി നോക്കിയത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മാല അത് നഷ്ടപ്പെട്ടതായി കണ്ടു. അപ്പോൾ അവരത് തിരഞ്ഞ് എവിടെയാണ് വീണതെന്നൊക്കെ തിരഞ്ഞ് നടന്നപ്പോഴേക്ക് സമയം വൈകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ ഈ യാത്രാ സംഘത്തോട് ഇതാ നിങ്ങൾക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തു. അപ്പോൾ എല്ലാവരും അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും എടുത്തിട്ട് വാഹനപ്പുറത്ത് കയറിപ്പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി വിവാഹം കഴിക്കുന്നത് 6-ാമത്തെ വയസ്സിലാണ്. അവരുമായി കൂട്ടുജീവിതം നബി ആരംഭിച്ചത് 9-ാമത്തെ വയസ്സിലാണ്. 9-ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ ആ കാലത്തെ ശാരീരിക പ്രകൃതി അനുസരിച്ചും അറബികളുടെ സ്വഭാവം അനുസരിച്ചും ഒരു പുരുഷനോടൊപ്പം കഴിയാൻ പറ്റുന്ന ശാരീരിക പക്വത അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കിട്ടും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കൂടെ താമസിക്കാൻ തുടങ്ങിയത് 9-ാമത്തെ വയസ്സിലാണ്. 18-ാമത്തെ വയസ്സിൽ 9 കൊല്ലം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സാണ്. അന്ന് ഇവർ വളരെ കുറച്ച് സ്ത്രീകളൊക്കെ സാധാരണ അവർക്ക് ഭാരം കൂടുതലും അവർക്ക് തടി കൂടുതലൊക്കെ കുറച്ചങ്ങ് പ്രായം കൂടുമ്പോഴാണ്. അപ്പോൾ ഇവരന്ന് ഈ ചെറിയ പ്രായത്തിലായത് അവർക്ക് ശരീരത്തിന് തീരെ ഭാരമില്ല. അപ്പം അവർ പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ സാധാരണ സഞ്ചരിക്കുന്ന ഒട്ടകക്കട്ടിലിൽ അവരുണ്ടെന്ന ധാരണയിൽ അത് ഖാദിമീങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന ആ ഒട്ടകക്കട്ടിൽ അവർ ഒട്ടകപ്പുറത്ത് എടുത്തു വെച്ചിട്ട് അതങ്ങനെ യാത്ര പോയി. ഇവർ യഥാർത്ഥത്തിൽ തൻ്റെ ആവശ്യം കഴിഞ്ഞ് മാലയൊക്കെ തിരഞ്ഞ് ആ പോയ മാലയൊക്കെ കിട്ടി തിരിച്ച് ഇവിടെ വന്നപ്പോൾ എന്താണ്, ഒരൊറ്റ ആളെ കാണാനില്ല, എല്ലാവരും പോയി. അപ്പോൾ ഇവർ ബുദ്ധിയുള്ള സ്ത്രീയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇവരിങ്ങനെ ബേജാറായിട്ട് നാനാഭാഗത്തേക്ക് ഓടി വഴിതെറ്റിപ്പോയി. ഇത് മരുഭൂമിയാണ്, നാനാഭാഗത്തേക്ക് വഴിതെറ്റിപ്പോയി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് എന്നെ കാണാതിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ തിരഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ എവിടെയാണോ ഇന്നലെ ഇറങ്ങി താമസിച്ചത്, രാത്രി താവളം അടിച്ചത്, അവിടെ തന്നെ നിൽക്കുക എന്നവർ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരും ഇങ്ങനെ യാത്രയിലാണ്. അപ്പോഴാണ് സഫ്വാൻ ബിൻ മുഅത്തൽ എന്ന് പറയുന്ന ഒരു സഹാബി വരുന്നത്. അദ്ദേഹം ഭയങ്കര ഉറക്കിൻ്റെ ആളാണ്. അതായത് ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഉറങ്ങിയാൽ ചിലപ്പോൾ വെടി പൊട്ടിച്ചാൽ പോലും എഴുന്നേൽക്കൂല. അങ്ങനെയുള്ള ഭയങ്കര അഗാധമായ ഉറക്കിൽ പരിസരബോധമില്ലാതെ ഉറങ്ങുന്ന ഒരാളാണ്. അദ്ദേഹം ഇതേമാതിരി യാത്ര പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തു. എല്ലാവരും തട്ടിക്കൂട്ടി സാധനങ്ങളൊക്കെ എടുത്ത് പുറപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഭയങ്കര ഉറക്കിലായിപ്പോയി. ഒരുപക്ഷെ ആരോ അദ്ദേഹത്തെ വിളിച്ചുണർത്തുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ മൂപ്പരിങ്ങനെ വരുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറച്ച് ദൂരത്ത് ഒരു പെൺകുട്ടിനെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടിട്ടുണ്ട് സഫ്വാൻ. അതുകൊണ്ട് പെട്ടെന്ന് അത് പ്രവാചകന്റെ പത്നിയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ അവർക്ക് കയറാൻ വേണ്ടി ശരിയാക്കി കൊടുത്തു. ഒരക്ഷരം പോലും അവർ തമ്മിൽ സംസാരം നടന്നിട്ടില്ല. കാരണം അത് പ്രവാചകന്റെ പത്നിയാണ്. പ്രവാചകന്റെ അഭാവത്തിൽ ആ പ്രവാചകന്റെ പത്നിയോട് സംസാരിക്കാൻ പാടില്ല എന്ന് നന്നായി അറിയുന്ന ആളാണ് സഫ്വാൻ എന്ന സഹാബി.
അതുകൊണ്ട് അവർക്കിടയിൽ ഒരു വാക്ക് കൊണ്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് എന്താ താമസിച്ചത്, എന്താണ് ഇവിടെ ഇങ്ങനെ, എന്താ അവരെ കൂടെ പോകാൻ ഒരു സംസാരമില്ല. ആളെ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് അവരെ കയറ്റി. അദ്ദേഹം മുന്നിൽ നടന്നു, ആ ഒട്ടകത്തെ തെളിച്ച് മുന്നിൽ നടന്നു. അവരോടൊപ്പം ആ ഒട്ടകപ്പുറത്ത് കയറുക പോലും ചെയ്തില്ല. അങ്ങനെയാണ് ഈ ഏതാണ്ട് സൈന്യം കുറച്ച് ദൂരെ എത്തിയിരുന്നു. അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ വെയിലൊക്കെ ചൂടായി ഒരു ദുഹ സമയമായപ്പോഴാണ് ഇദ്ദേഹം ആയിഷയുമായിട്ട് വരുന്നത്. ഇത് കണ്ട കപടവിശ്വാസികൾക്ക് ഭയങ്കര നല്ലൊരവസരം, സുവർണാവസരം എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം പ്രവാചകനോടുള്ള ദേഷ്യം മനസ്സിൽ കരുതി അദ്ദേഹത്തെ ഏതെങ്കിലും നിലയ്ക്ക് വഷളാക്കാൻ സാധിക്കുന്ന ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നവരാണ് കപടന്മാർ. പക്ഷെ നേർക്ക് നേരെ ആ വിഷയം പറയില്ല. ഇങ്ങനൊന്ന് കേട്ടല്ലോ, അവിടെ ഇങ്ങനെതാ കുറച്ച് ആൾക്കാർ വർത്തമാനം പറയണം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഈ രൂപത്തിൽ എവിടെയും തൊടാതെ ഇങ്ങനെ. എന്നാൽ അതുകൊണ്ടൊക്കെ ആളുകൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ വ്യംഗ്യമായും സൂചനകളായിട്ടുമൊക്കെയാണ് അവർ സംസാരിക്കുക. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ പരക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അറിയുന്നില്ല. കാരണം അവർ തിരിച്ചു വന്ന് അവരുടെ വീട്ടിലെത്തിയപ്പോഴേക്കും രോഗിയായി. അപ്പോൾ അവർ രോഗത്തിൽ ആണ്, വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഈ പുറമെ നടക്കുന്ന ഈ സംസാരങ്ങളൊന്നും അവരറിയുന്നേ ഇല്ല. പക്ഷേ പ്രവാചകന്റെ ചെവിട്ടിൽ ഇതെത്തി, ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ കുറേയൊക്കെ പ്രവാചകന്റെ മനസ്സിലും, മനുഷ്യരല്ലേ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എന്ന നിലക്കുള്ള ഒരു സംശയം, ചെറിയ നിലക്കുള്ള ഒരു ധാരണ പ്രവാചകന്റെ മനസ്സിനെയും ബാധിച്ചു. അങ്ങനെ അദ്ദേഹം സാധാരണതയിൽ ആയിഷ റളിയല്ലാഹു പോലെയുള്ള തൻ്റെ ഭാര്യമാർക്ക് രോഗമായാൽ അത് അന്വേഷിക്കും, അതിനാവശ്യമായ പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കും, നല്ല സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. അപ്പം ഇത് രോഗമായ സമയത്ത് അത്തരം രൂപത്തിൽ തൻ്റെ അടുക്കൽ വന്ന് ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം വീട്ടുകാരോട് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് ആയിഷ, സുഖമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളവരോട് കാര്യങ്ങൾ തിരക്കി അദ്ദേഹം പോകും. പക്ഷെ അപ്പോഴും ഈ നിസ്സംഗയായ നിരപരാധിയായ വളരെ യാതൊരുവിധ കളങ്കവുമില്ലാത്ത ആയിഷയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല. പ്രവാചകൻ പോലും പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് തിരക്കൊണ്ടോ കാര്യങ്ങളോ എന്നാണ് മനസ്സിലാക്കിയത്. അവസാനം പിന്നെന്താണ്, ഇതിൽ പല ആളുകളും ഇതിൽ ഇടപെട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. സഹാബാക്കൾ ആരും അൽഹംദുലില്ലാ ഇത് വിശ്വസിച്ചില്ല. പക്ഷെ 3 ആളുകൾ അതിൽ വീണുപോയി. ഇങ്ങനെ മുനാഫിക്കുകൾ പ്രചരിപ്പിക്കുന്ന ഈ വ്യഭിചാര ആരോപണം പ്രചരിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിലും അത് മറ്റുള്ളവരോട് പറയുന്നതിലും പങ്കെടുത്ത 3 സഹാബാക്കളാണ്. ഒന്ന് മിസ്തഹ് ഇബ്നു അസാസ എന്ന് പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരി, ഉമ്മന്റെ സഹോദരിയുടെ മകനാണ് മിസ്തഹ്. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇളയമന്റെ മോനാണ് മിസ്തഹ്. രണ്ടാമത്തത് ഇസ്ലാമിക കവി എന്നറിയപ്പെടുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഷായിറുർ റസൂൽ, റസൂലിന്റെ കവി എന്നാണ് അയാൾക്ക് ചരിത്രത്തിൽ പേര്. അവരാണ് ഒരാൾ. മൂന്നാമത്തെ ആള് ഹംന ബിൻത് ജഹ്ഷ്. ഇത് സൈനബ് ബിൻത് ജഹ്ഷ് റസൂലിന്റെ ഭാര്യയാണ്. ആലോചിക്കണങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹധർമ്മിണിയാണ് സൈനബ് ബിൻത് ജഹ്ഷ്. ആ സൈനബ് ബിൻത് ജഹ്ഷിന്റെ സഹോദരിയാണ് ഹംന. ഈ 3 ആളുകളാണ് ഇതിൽപ്പെട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ സൈനബിന് ഇതിൽ യാതൊരു പങ്കുമില്ല. തൻ്റെ ലറത്ത് എന്ന് പറഞ്ഞാൽ ചക്കൊളത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഭാര്യമാർക്കിടയിൽ ഒരു വെറുപ്പും ചിലപ്പോൾ ഒരു അസൂയൊക്കെ ഉണ്ടാവും. അപ്പം അതിലൊന്നും ഇവർ പെട്ടിട്ടില്ല. ഇവർക്ക് ഈ സംഭവമായി യാതൊരു ബന്ധവുമില്ല. ആർക്ക്? സൈനബിന്. ഹംന അത്യാവശ്യം ഈ വിവരം കേട്ടപ്പോൾ അത് പറയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഇത് പ്രചരിച്ചപ്പോഴാണ് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നു.
ആയിഷയുമായിട്ട് സഫ്വാനെത്തി. പക്ഷേ ആളുകൾ അത് ഒരു ചാൻസായിട്ട് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ പറയാൻ തുടങ്ങി, സമൂഹത്തിൽ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ കൂടി മാനസികമായി തകർന്നു. കാരണം ആരാണ് തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണല്ലോ അത്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കിണ്ട്, അൽ ഖബീസാത്തുൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്തി വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. നല്ല പെണ്ണുങ്ങൾ നല്ല ആണുങ്ങൾക്കുള്ളതാണ്, നല്ല ആണുങ്ങൾ നല്ല പെണ്ണുങ്ങൾക്കുമുള്ളതാണ്, മോശപ്പെട്ട ആണുങ്ങൾ മോശപ്പെട്ട പെണ്ണുങ്ങൾക്കുള്ളതാണ്, മോശപ്പെട്ട പെണ്ണുങ്ങൾ മോശപ്പെട്ട ആണുങ്ങൾക്കുമുള്ളതാണ്. അതാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മോശപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തന്നെ ഭർത്താവ് മോശക്കാരനാണല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ കൊള്ളരുതാത്ത പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ചില ബന്ധമുള്ളവരായിരിക്കും അത്തരം സ്ത്രീകളുടെ ഭർത്താക്കന്മാരും. അപ്പോൾ പ്രവാചകനാണല്ലോ അതിൻ്റെ ദോഷം ബാധിക്കുക. അപ്പം ഇങ്ങനെ ആകെ കൂടി കുറേ ദിവസങ്ങൾ ഈ വർത്തമാനങ്ങളായി സമൂഹത്തിൽ മുനാഫിക്കുകൾ ഈ നല്ല മുതലെടുത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ വളരെ വ്യക്തമായി ചില ആയത്തുകൾ ഇറക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആയത്ത് തന്നെ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കീന ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ല കിബ്റഹു മിൻഹു ലഹു അദാബുൻ അദീം വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. അപ്പം ഈ പടച്ചുണ്ടാക്കിയ നുണ, അതിനാണ് ഇഫ്ക് എന്ന് പറയാം. ഇല്ലാത്ത സംഭവം നിർമ്മിച്ചുണ്ടാക്കി പറയുന്ന ആ കളവുമായി വന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് തിന്മയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഖൈറാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, ഈ കുറ്റത്തിൽ ആരോപണങ്ങൾ പറഞ്ഞു നടന്ന ഓരോ വ്യക്തികൾക്കും എത്ര പങ്കാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്കുണ്ട്. വല്ലദീ തവല്ല കിബ്റഹു, എന്നാൽ അഹങ്കാരിയായി അറിയപ്പെട്ട, അഹങ്കാരം കൊണ്ട് പ്രവാചകനെയും ഇസ്ലാമിനെയും ഒക്കെ വെറുത്തു നടക്കുന്ന ഒരുത്തനുണ്ട്. അയാളുടെ പേര് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ എന്നാണ്, മുനാഫിക്കിൻ്റെ നേതാവ്. ഇതിനൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ഈ അപരാധം പറഞ്ഞ് അത് കൂടുതൽ തീ പടർത്തിയത് ഈ അബ്ദുള്ള അയാളുടെ കൂടെയുള്ള മുനാഫിക്കുകളുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നീതി കണ്ടോ? ഈ 3 സഹാബികളെയും, ഒന്ന് ആരാണ്? ഹംന ബിൻത് ജാഷ്, തൻ്റെ ഭാര്യയുടെ സഹോദരി. രണ്ടാമത്തത് മിസ്തഹ് ബിൻ അസാസ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇളയമൻ്റെ മകൻ. പിന്നെ ഹസ്സാൻ ബിൻ സാബിത്ത്. ഈ 3 ആളുകളെയും വ്യഭിചാര ആരോപണം നടത്തിയിട്ട് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ 80 അടിയാണ്. സമാനീന ജൽദ. അത് 3 പേരെ അടിച്ചു. 3 പേർക്കും ശിക്ഷ കിട്ടി. കാരണം വ്യക്തമായി ഇത് കളവാണെന്നും ഇത് കറ്റുകെട്ടി നുണ പറഞ്ഞുണ്ടാക്കിയതാണെന്നും പൂർണ്ണമായും ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്നും ഇങ്ങനെയൊരു സംസാരം കേട്ടപ്പോൾ വിശ്വാസികളായ ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഖൈർ വിചാരിച്ചില്ല? അതായ മുബീൻ, ഇത് വളരെ വ്യക്തമായ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നൊന്നും നിങ്ങൾ ധരിക്കാത്തത് എന്തുകൊണ്ട്? വളരെ ആക്ഷേപം. വലതി തവൽ ഒലൗലായിത് സമയത്ത് ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഇങ്ങനെയൊരു ഇത് കേട്ട മാത്രയിൽ അത് വിശ്വസിക്കുന്നതിന് പകരം ഇത് നല്ലവരായ ആളുകളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപരാധ പറച്ചിലാണ്, അതിന് വസ്തുതയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല? കടുത്ത ആക്ഷേപമാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അങ്ങനെ സാക്ഷികൾ കൊണ്ടുവരാഞ്ഞാൽ അതിന് 80 അടി അടിക്കും എന്ന കാരണത്താൽ ഇവരൊക്കെ ഹദ്ദിന് അർഹരായി. പക്ഷെ അതേസമയം ഇതിൽ കൂടുതൽ ഈ 3 സഹാബാക്കളെക്കാൾ കൂടുതൽ പറഞ്ഞു വരുത്തിയ മുനാഫിക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിച്ചില്ല. അതിന് കാരണം എന്താണ്? അവർ നേർക്ക് നേരെ പിടുത്തം കൊടുക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ നേർക്കുനേരെ ഈ സംഭവത്തിൽ പങ്കാളികൾ അല്ലാത്തത് കൊണ്ട് വ്യക്തമായ സൂചനകൾ കൂടിലൂടെ മാത്രം പറയുന്ന ആളുകളായതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദിൽ നിന്ന് അവരെ ഒഴിവാക്കി. അതാണ് നീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരുപാട് ഗുണദോഷങ്ങൾ ഇതിൻ്റെ പേരിൽ
ലൗലാ ജാവു അലൈഹി ബി അർബഅത്തി ശുഹദാ ഇദം യൂതുബ് ശുഹദാ വഉലൈക അൻതുല്ലാഹിൽ കാദിബൂൻ. എന്തുകൊണ്ട് അവർക്ക് 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയുന്നില്ല? 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാത്ത പക്ഷം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ നുണ പറയുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഫضലും റഹ്മത്തും നിങ്ങൾക്ക് ദുനിയാവിൽ നാളെ പരലോകത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തരം തോന്നിവാസം പറഞ്ഞു നടന്നതിന് ഏറ്റവും കടുത്ത ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സഹോദരന്മാർ, ഇതാണ് ചുരുക്കത്തിൽ. പക്ഷേ ആയിഷ അള്ളാഹുവിനെ പിന്നീട് ആ സംഭവം എങ്ങനെ അറിയുന്നു, അതോടുകൂടി അവരെ രോഗം വർദ്ധിക്കുന്നു. അങ്ങനെ വളരെയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിന്നീട് വഹി ഇറങ്ങിയപ്പോൾ അവർ നിരപരാധിയാണെന്നും യാതൊരുവിധ തകരാറും അവർക്കില്ലെന്നും അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ച് പ്രവാചകനെ ധരിപ്പിച്ചപ്പോൾ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ഇവരാകെ കൂടി എക്സോസ്റ്റഡ് ആയിട്ട് നനഞ്ഞ വളരെയധികം തളർന്നു കിടക്കുകയാണ്. അപ്പോൾ ഇത്രയധികം കാലം ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടും തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പോലും പ്രവാചകൻ ഇടവന്നല്ലോ എന്ന സങ്കടം കൊണ്ട് അവർ പ്രചാരനോട് പ്രതികരിച്ചില്ല. ഇത് അള്ളാഹു ആണ് എനിക്ക് ഈ അനുഗ്രഹം ചെയ്തത്, അള്ളാഹുവിനാണ് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ. അങ്ങനെ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കുറേ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വലിയ ഗുണപാഠമാണ്. ഇങ്ങനെ കേട്ടതിൽ പാതി കേൾക്കാത്തതിൽ പാതി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒന്ന്, അതിൻ്റെ നിജസ്ഥിതി. ഇദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു കൊള്ളരുതാത്ത മനുഷ്യൻ എന്തെങ്കിലും ഒരു വിവരങ്ങളോ എന്ന് പറഞ്ഞാൽ ഫതബയ്യനു, അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പരിശോധിക്കണം. വെറുതെ അങ്ങോട്ട് കിട്ടുമ്പോഴേക്ക് അതെടുത്തിട്ടങ്ങ് പ്രചരിപ്പിക്കാൻ നടക്കലല്ല. അപ്പോൾ ഒരു നല്ല ധാർമ്മികമായ സമൂഹം, അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സമൂഹം അവർ ചെയ്യേണ്ടത് എപ്പോഴും ആ നിലക്ക് കാര്യങ്ങൾ സമീപിക്കലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ അധ്യായം. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഹദീസുൽ ഇഫ്ക്, ഈ പ്രവാചകന്റെ പത്നിയെ സംബന്ധിച്ച ആളുകൾ പറഞ്ഞു നടത്തിയ സംഭവങ്ങളെക്കുറിച്ച് ചെറിയൊരു വിവരണം നമുക്ക് കിട്ടിയല്ലോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആണ്. അങ്ങനെ ആവുമ്പം ഇവരെ ശിക്ഷിക്കണം. അവിടെ നബി ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ എന്നാൽ അടിമകളാകുമ്പോൾ ഈ ശിക്ഷയുടെ പകുതി ഭാഗമാണ് അവർക്ക് കിട്ടുക. ഇപ്പോൾ വ്യഭിചാരത്തിന് 100 അടി അടിക്കണം എന്നാണെങ്കിൽ വ്യഭിചരിച്ച അടിമ സ്ത്രീയെ അടിക്കേണ്ടത് 50 എന്നർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഏറ്റവും വലിയ ഒരു സംരക്ഷണമാണ് ആയിഷ റളിയല്ലാഹുക്ക് നൽകിയത്. കാരണം അവരുടെ പവിത്രത പ്രവാചകന്റെ പവിത്രതയ്ക്ക് അനിവാര്യമാണ്. അവരോടൊപ്പം കഴിയുന്ന അവരുടെ സഹധർമ്മിണിയായ ഭാര്യയായ ആയിഷ റളിയല്ലാഹു വിശുദ്ധയാണ്, ഒരു തകരാറും അവർക്കില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു വഹി തന്നെ അവതരിപ്പിച്ചു. എന്നിട്ട് ഈ നാശത്തിന് അതിൻ്റെ പര്യവസാനം കുറിച്ചു. അതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി ഇത്തരം കാര്യങ്ങളൊന്നും ഇനി മേൽ അത്തരം അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാൻ പാടില്ല. അതിലൊക്കെ പെട്ട ആളുകൾ വളരെ രൂക്ഷമായ വിശുദ്ധ ഖുർആന്റെ വിമർശനത്തിന് വിധേയമായി എന്നർത്ഥം. രണ്ടാമത്തെ ഹദീസ്, അതിലൊരു ഹദീസ് ഉണ്ട്, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുന്യ ഇല്ലാ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ, ഒരടിമയുടെ പോരാത്തരം വേറൊരടിമ മറച്ചു വെച്ചാൽ ഫിദ്ദുന്യ, ഈ ദുനിയാവിൽ. അപ്പോൾ മുഅ്മിനാണ്, മുസ്ലിമാണ്, അവന് ചെറിയ ചെറിയ തകരാറുകളുണ്ട്. അപ്പോൾ നാളെ തന്നെ ഒരു നോട്ടീസ് വിതരണം ചെയ്തു, ആള് ഇന്ന ആളാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, മറ്റവനാണ്, അവരുടെ ആ കുടുംബത്തിൽ തന്നെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രചാരവേല നടത്തുക. അത് നടത്താതെ ഒരു വീഴ്ച അതിവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ശ്രദ്ധയിൽപ്പെടുന്നത് വേറെ ആരോടും പറയാതെ ആ വ്യക്തിയോട് സ്വകാര്യമായി പറഞ്ഞത് തിരുത്താൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു മാന്യത ആരെങ്കിലും കാണിച്ചാൽ ഇവൻ്റെ പോരായ്മ ഇല്ലാ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമനാളിൽ ലാ തുഫ്ളീനി എന്ന് പറഞ്ഞില്ലേ, പ്രവാചകന്റെ പ്രാർത്ഥനയിലുള്ളതാണല്ലോ. പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഉള്ളതാണ് എന്ത്, എന്നെ ഖിയാമനാളിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ വഷളാക്കരുത് എന്നുള്ള പ്രാർത്ഥന നമ്മളൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം അവിടെ എല്ലാ നമ്മുടെ റെക്കോർഡും അവിടെ ഹാജരാക്കുകയാണ്, എല്ലാ റെക്കോർഡും. അപ്പം അത് എങ്ങനെയാലും ഈ മഹാസഞ്ചയത്തിൻ്റെ മുമ്പിൽ അതൊക്കെ മക്ഷൂഫ്,
വെളിവാക്കപ്പെടുകയും നമ്മൾ അവിടെ ഒന്നിനും കൊള്ളരാത്തവനായി മാറുകയും ചെയ്യുമ്പോൾ വലാ തുഹ്സിനി യൗമൽ ഖിയാമ, അള്ളാഹുവേ നീ ഒരിക്കലും എന്നെ നിന്ദ്യനാക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം ഒരു നിർണായക ഘട്ടത്തിൽ ഖിയാമത്ത് നാളിൽ നമ്മൾ ഇവിടെ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ മാനം കാത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി അവിടെ നമുക്കൊരുപാട് പോരായ്മകൾ ഉണ്ടാകും. പക്ഷേ അത് സമൂഹത്തെ അറിയിക്കാതെ അള്ളാഹു അവിടെ നമുക്ക് മറച്ചു വെക്കും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാന്യമായ സ്വഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ അച്ചടക്കം കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 16ാമത്തെ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് ഈ കഴിയുന്നത്ര ഇതിലുള്ള സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആരെയും സമയം കാത്തിരിക്കുകയില്ല, അതെങ്ങനെ പോകും. ഒരു തറാവീഹ് നിസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ സുബഹി, അത് കഴിഞ്ഞാൽ പിന്നെ ളുഹർ, അത് കഴിഞ്ഞാൽ പിന്നെ അസർ, അത് കഴിഞ്ഞാൽ മഗ്രിബ്, നോമ്പ് തുറന്ന്. അപ്പോൾ ഈ സമയത്തിനിടക്ക് നമുക്ക് എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം. നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും പാലിക്കണം. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ധർമ്മം ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ നോമ്പ് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നോമ്പാക്കി മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക